السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ടാതിഥികളെ, സമാദരണീയരായ സംഘടനാ സാരഥികളെ, പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന അൽ ബലാഗ് ദഅവാ സമ്മേളനത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഓൺലൈനിലൂടെയും അല്ലാതെയും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അനിഷേധ്യമായ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് അറബിക് കോളേജുകൾ എന്നുള്ളത്. എക്കാലത്തും സമൂഹത്തിൽ ഉടലെടുക്കുന്ന അധാർമിക പ്രവണതകൾക്കെതിരിൽ തങ്ങൾ നേടിയ വിജ്ഞാനം കൊണ്ട് പൊരുതുന്നവരാണ് മതം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും. സമൂഹത്തിനെ ബാധിക്കുന്ന സകല തിന്മകൾക്കും അറിവില്ലായ്മയാണ് കാരണം. അതുകൊണ്ട് തന്നെ അൽ ബലാഗ് ദഅവാ സമ്മേളനത്തിൻ്റെ വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന പ്രമേയം ഏറെ പ്രസക്തമാണ്. വിദ്യയിലൂടെ സമൂഹത്തിന് വെളിച്ചം പകരാൻ ഉതകുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. പഠനത്തിനപ്പുറം പ്രബോധന വീതിയിൽ അനിവാര്യമായും സിദ്ധിച്ചിരിക്കേണ്ട കഴിവുകൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിച്ചു വരികയാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ വിദ്യാർത്ഥി യൂണിയൻ. ദഅവാ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുവിടങ്ങളിൽ മാത്രം 62 സ്ഥലങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തി. അതിനു പുറമെ അയൽക്കൂട്ടങ്ങളും പ്രചാരണ സംഗമങ്ങളും നടത്തുകയും 4200 പരം വീടുകളിൽ വിദ്യാർത്ഥികൾ പ്രചാരണാർത്ഥം കയറുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അത്തരത്തിൽ പ്രബോധന രംഗത്ത് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്താനുതകുന്ന പ്രവർത്തനങ്ങളുമായി ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ അതിൻ്റെ പ്രയാണം തുടരുകയാണ്. സമ്മേളന നഗരിയോട് ചേർന്ന് അർ-റുഅ്യ എക്സ്പോ പ്രമേയത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും അർ-റുഅ്യ എക്സ്പോയിലേക്കും മഹത്തായ ഈ ഒരു സമ്മേളനത്തിലേക്കും ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ പണ്ഡിതൻ ജാമിയ വക്കീലുൽ ജാമിയ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.